Hello friends, welcome to Dhruvdev World Malayalam recipes. ഇന്ന് ഞാൻ ഇവിടെ കൊത്തമര തോരനാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് കൊത്തമര ട്ടോ. ഇത് നന്നായിട്ട് കഴുകി എടുത്തിരിക്കുകയാണ്. ഇതിനി നമുക്ക് ഇതിന്റെ അറ്റമൊക്കെ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. കൊത്തമര ഇവിടെ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു അരമുറി തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. പിന്നെ 2 വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ ജീരകം, കുറച്ച് കരിവേപ്പില. ഇത് ഞാൻ കടുക് വറുക്കാനും ഒക്കെ ആയിട്ട് എടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് 1-2 കറിവേപ്പില, പിന്നെ ഒരു 10-12 ഉള്ളി, എരിവിനനുസരിച്ച് പച്ചമുളക്. ഓക്കെ, ഇത്രയും നമുക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ കറിവേപ്പില മാത്രം ഞാൻ ഇത്ര എടുക്കില്ല, 1-2 ഇതെല്ലാം എടുക്കണുള്ളൂ. ഇതൊന്ന് ചതച്ചെടുക്കുക. അപ്പോൾ ചെറിയ ജാറിലിട്ട് ഇങ്ങനെ ചതയ്ക്കുമ്പോൾ പെട്ടെന്ന് ചതഞ്ഞ് കിട്ടില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഉള്ളിയും വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകും പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ച ശേഷം ബാക്കിയുള്ള തേങ്ങയും കൂടി ചേർത്തിട്ട് 1-2 പൾസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം ചതച്ച് കിട്ടും. എല്ലാം കൂടി നന്നായിട്ട് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുക് ചേർക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു വറ്റൽമുളക് ചേർക്കാം. ഇതൊക്കെ എരിവിനനുസരിച്ച് കൂട്ടുക ചെയ്യാം. അപ്പം നമ്മൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊത്തമര ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കുക. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമുക്കൊരു 1/4 കപ്പ് ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇത് 2 രീതിയിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഒന്നില്ലെങ്കിൽ ഇത് അടച്ച് വെച്ചിട്ട് ഇടയ്ക്ക് തുറന്ന് ആ ആവി വരുന്ന വെള്ളം ചേർത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് അങ്ങനെ ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്ത് നമുക്കിത് അടച്ച് വെച്ച് ഇളക്കി ചേർക്കാം. ഇത് ഇങ്ങനെ അടച്ച് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് തുറന്ന് അത് ഇളക്കി കൊടുക്കാം. അങ്ങനെ അത് നന്നായിട്ട് വെന്ത് വരണ വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ചെറു തീയിലാക്കുക. എന്നിട്ട് നമുക്കിതുപോലെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇടയ്ക്കിത് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈസിയും ടേസ്റ്റി കൊത്തമര തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.